ഇതാണ് എൻ്റെ കമ്പോസ്റ്റിംഗ് സംവിധാനം. എൻ്റെ വീട്ടിലുള്ള സകല വേസ്റ്റിനകത്ത് ഇട്ടാലും ഇതൊരിക്കലും നിറയില്ല. ആകെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മെഷ് ഒരു 3 മീറ്റർ മേടിച്ചിട്ട് ബിൽഡ് ചെയ്യാനും വേണ്ട, കയറിട്ട് സൈഡിൽ കെട്ടിക്കൊടുക്കുന്നു. മണ്ണിര കമ്പോസ്റ്റിന് ഒരു ഷ്രെഡ് ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഇത് മെയിൻ്റനൻസ് ഫ്രീയാണ്. ഈ കയറിട്ട് ഒരു കെട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പതിയെ ഊരിയങ്ങ് മാറ്റാം, വളം അതേ കണക്ക് മുക്കി എടുക്കുകയും ചെയ്യാം. അത്യാവശ്യം തിരക്കേടില്ലാത്ത വിളവ് കിട്ടി. ഈ വർഷത്തെ ഈ ചൂടിൻ്റെ കാഠിന്യം കൊണ്ടാണെന്ന് തോന്നുന്നു കായ്ക്ക് വലിപ്പം ഒരല്പം കുറവാണ് ഇപ്പോൾ ആദ്യം വന്നേക്കുന്നതൊക്കെ. വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞ ഇനം പ്ലാവാണ്, വിയറ്റ്നാം പ്ലാവാണ്. അപ്പോൾ ഇതിൻ്റെ ചക്ക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ വലിപ്പേ വരുള്ളൂ മാക്സിമം. ഈ താഴെ തന്നെ കായുണ്ടാവും. ഇത് വെള്ള ഞാവലാണ്. ഇതിന് കീടശല്യം കൂടുതലാണ്. കായ എടുത്ത് വയ്ക്കുന്നല്ലോ, വിഷം അടിക്കാന്നല്ലോ, ഒന്നും ചെയ്യേണ്ട, വെറുതെ കഴിച്ചു നോക്കാം. കേടൊന്നും ഇല്ലാത്ത നല്ല കായാണെങ്കിൽ കിലോ 150 രൂപ. വിപണിയിൽ നമുക്ക് ചിലപ്പോൾ 200 രൂപ വരെ കിട്ടുന്നുണ്ട്. ഒടിച്ചൂത്തി നരകമെന്ന് പറയും. അപ്പോൾ നമ്മുടെ പിഴിഞ്ഞു കുടിക്കുന്ന നരകക്കാളും തൊലിക്ക് കട്ടി കൂടുതലാണ്, പുളിപ്പ് ഒരല്പം കുറവാണ്, അച്ചാറിന് നല്ലതാണ്, ജ്യൂസിന് ഇപ്പോൾ നമുക്ക് ഒരു വലിപ്പമാവും. ഇത് കായ കുറച്ചുകൂടെ നല്ല വലിപ്പമാവും. ഇത് നേരത്തെ താറാവുണ്ടായിരുന്നു. അപ്പോൾ താറാവിന് വെള്ളത്തിന് വേണ്ടി ഞാൻ തന്നെ ഈ ടാങ്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഞാൻ എൻ്റെ ഒരു പണിക്കാരനുമായിട്ട് ഈ സാധാ റെഡ് എർത്തിൻ്റെ കൂടെ കുറച്ച് സിമെൻറ്റും പാറപ്പൊടിയും മിക്സ് ചെയ്ത് ഉരുട്ടി കട്ടകളായിട്ട് വെച്ചു. അതിട്ട് തന്നെ പ്ലാസ്റ്റർ ചെയ്ത് വെള്ളം നിന്നോളും. അപ്പോൾ താറാവിനെ എല്ലാം മതിയാക്കിയപ്പോഴേക്കും ഞാൻ അതിനകത്ത് ഇതാണ് എൻ്റെ കമ്പോസ്റ്റിംഗ് സംവിധാനം. എൻ്റെ വീട്ടിലുള്ള സകല വേസ്റ്റിനകത്ത് ഇട്ടാലും ഇതൊരിക്കലും നിറയില്ല. അപ്പം എല്ലാ വേസ്റ്റും ഇടാം, കുറച്ച് കരിയിൽ എന്തെങ്കിലും ഇടും. ഇപ്പോൾ ഇതിനകത്ത് നോക്കിയാൽ ആ വേസ്റ്റുകളെല്ലാം ഇതിനകത്തുണ്ട്. കണ്ടോ, എന്തെങ്കിലും മണമുണ്ടോ ഇവിടെ? ഒരു മണവും ഉണ്ടാവില്ല. ഇതിൽ മണ്ണിരയുണ്ട് അടിക്ക്. ആ മണ്ണിരയാണ് ഇതിനകത്ത് മെയിനായിട്ട് കമ്പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഈ പഴങ്ങളുടെ വേസ്റ്റ് ഉണ്ടെങ്കിൽ പട്ടാളപ്പുഴുവിൻ്റെ പ്രാണികൾ വന്നിട്ട് മുട്ടയിട്ടിട്ട് അത് പെട്ടെന്ന് പൊടിയാക്കി തരും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഇത് വീഴും. ഞാൻ അതല്ല എടുക്കുന്നത്, ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കും ദിവസവും. അപ്പോൾ ഇതിലല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിൽ ഇതിൽ നടുക്കൊരു ചെറിയ കുഴി ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കരിയില കിടക്കുന്ന മാറിക്കഴിഞ്ഞാലേ എടുക്കാൻ പറ്റും, ഇപ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ചെറിയൊരു ബക്കറ്റിന് അതിൽ നിന്ന് മുക്കിയെടുക്കുക, ഇതിനെല്ലാം ഒഴിക്കുക. നല്ല വളമാണത്. വെർമി വാഷ് നമുക്ക് പറയുന്ന സാധനം തന്നെയാണ്. ഇതിനകത്ത് മത്സ്യത്തിൻ്റെ വേസ്റ്റ് ഇടാം, എന്തെല്ലാം വേസ്റ്റ് പ്ലാസ്റ്റിക് ഒഴികെ ഡീകമ്പോസ് ചെയ്യുന്നിടും, അതെല്ലാം ഇടാം. ഫുള്ളി എറോബിക് ആയതുകൊണ്ട് ഒരു മണവുമില്ല. അപ്പോൾ എൻ്റെ കൊല്ലത്ത് എൻ്റെ ഒരു സുഹൃത്ത് അവിടെ 3-4 പേര് കൊണ്ടുപോയിട്ടുണ്ട്. ആകെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മെഷ് ഒരു 3 മീറ്റർ മേടിച്ചിട്ട് ബിൽഡ് ചെയ്യാനും വേണ്ട, കയറിട്ട് സൈഡിൽ കെട്ടിക്കൊടുക്കുന്നു. ഇതേപോലെ ഒരു ടാങ്ക് തറയിലുണ്ടെങ്കിൽ മണ്ണിലേക്ക് അതിൻ്റെ പോകാതെ നമുക്ക് അതിൻ്റെ ആ സ്ലറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെർമി വാഷ് നമുക്ക് കിട്ടും. അടിക്ക് കരിയിലിടുന്നതിൻ്റെ കൂടെ തന്നെ ഒരു സൈഡിൽ ആ മണ്ണിരെയും വളവുമായിട്ട് ചേർന്ന് ഒരു സൈഡിൽ വെച്ച് കൊടുക്കും, ബാക്കി അങ്ങേ സൈഡിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ ചെറിയ റെഡ് വിഗ്ലർ എന്ന് പറഞ്ഞ ഇതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ കനം കുറഞ്ഞ മണ്ണിരയാണ്. അത് ഏറ്റവും അടിക്കുന്നല്ല, അവനെ ഏറ്റവും മേളിൽ ഒന്ന് കഴിച്ചോളും. മറ്റേ സാധാ മണ്ണിരെന്ന് പറഞ്ഞാൽ മണ്ണിനടിക്ക് പോയിട്ട് അടിക്കുന്നത് കഴിക്കുന്നു. അപ്പോൾ ഇത് മേളിൽ നിന്ന് ഇത് ഒന്ന് കമ്പോസ്റ്റ് ആകുമ്പോൾ ഇതിനകത്ത് മണ്ണിൻ്റെ ആവശ്യം പോലെ ഇപ്പോഴും ഉണ്ട്. ലാസ്റ്റിൽ നമുക്ക് വളത്തിന് ആവശ്യം വരുമ്പം ഇതിൻ്റെ കെട്ടങ്ങോട്ട് അഴിച്ചു കൊടുക്കുന്നു, ഇത് ഞൂരിയെടുത്ത് മാറ്റും, ഇത് ഒരുമിച്ച് ഇഞ്ഞെടുക്കും. കുറച്ച് മണ്ണിരെ ഒന്ന് മാറ്റി വെച്ചോളണം, അല്ലെങ്കിൽ മണ്ണിര കംപ്ലീറ്റ് ഇഞ്ഞ് പോരും. അപ്പോൾ അതിനെ ഒന്ന് അരിക്കാനൊന്നും ഉണ്ടാവില്ല. ഒരല്പം ഒന്ന് വലിയ കട്ട നമ്മൾ കൊണ്ടുവരുന്നതിലുമല്ല, എന്തെങ്കിലും കട്ടിയായിട്ടുള്ള സാധനം എന്തെങ്കിലും മാറ്റിയിട്ട് നമുക്ക് വളരെടുക്കാം. അതല്ലെങ്കിൽ തന്നെ ഇതിൽ നിന്ന് താഴെ ഈ വീഴുന്ന, ഇപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കൂടെ കോരിയെടുക്കും. ഇതിലെല്ലാം മണ്ണിര ഉണ്ട് ഈ കിടക്കുന്നതിൽ. മണ്ണിര കമ്പോസ്റ്റിന് ഒരു ഷ്രെഡ് ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഇത് മെയിൻ്റനൻസ് ഫ്രീയാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക, വെള്ളം അതിൽ കെട്ടി നിൽക്കില്ല, വെള്ളം താഴെ വന്ന് പോകും. മണ്ണിലേക്ക് ഇതിനകത്ത് എവിടെയും കയറി വയ്ക്കാം, എറോബിക്കാണ്, യാതൊരു മണവും ഉണ്ടാവില്ല. വെള്ളം പക്ഷേ ഇതിനകത്ത് കെട്ടിയില്ല നിൽക്കുന്നത്, അപ്പോഴേ എടുക്കും. ഇതിൽ കെട്ടി ഒരു കുഴിയുണ്ട്, അതിൽ കെട്ടി നിന്നാലും ഞാൻ ആ കുഴിയിൽ നിന്ന് എനിക്ക് ബക്കറ്റ് വെച്ച് കോരിയെടുക്കാം. കോരിയെടുത്താണ് ഇതിനെല്ലാം പച്ചക്കറിക്കും ഈ ഡ്രാഗണിനും ഒക്കെ ഞാനത് ഒഴിക്കും. അത് വെള്ളം കൂടുതൽ ഒഴിച്ചേക്കാണെങ്കിൽ പിന്നെ വെള്ളം മിക്സ് ചെയ്യണ്ട. അത് അതേ കണക്ക് ബക്കറ്റിന് ചെറിയ 4 ലിറ്ററിൻ്റെ ബക്കറ്റ് ഉണ്ടല്ലോ, അത് വെച്ച് ആ കുഴിയിൽ നിന്ന് ഒരു കുഴി ഇങ്ങനെ ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട് നടുക്ക്, അതിലേക്ക് വയ്ക്കും. ഇനിയിപ്പോൾ ഇതെടുത്ത് കളഞ്ഞിട്ട് ഒരെണ്ണം കൂടെ ഇതിനകത്ത് വെക്കാനുള്ള പരിപാടിയാണുള്ളത്. ഇവിടെ ഒന്നും ഈ അറ്റത്തും നടുക്കാണ് കുഴിയുള്ളത്. അപ്പോൾ ആ വെള്ളം ഒഴിച്ച് വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വേസ്റ്റ് മാത്രമല്ല, ഈ പഴക്കടയിലുള്ള വേസ്റ്റ് ഉണ്ടല്ലോ ഫ്രൂട്ട്സിൻ്റെ, അതുൾപ്പെടെ ഇതിനകത്തിട്ടുണ്ട്, എന്നിട്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് പഴക്കടയിൽ നിന്ന് ഈ ഓറഞ്ച് കഴിയുക ഭയങ്കര സ്മെല്ല് വരുമെന്ന്. സംശയം ഉണ്ടായിരുന്നു, പക്ഷേ ഇട്ടു, ഒരു പ്രശ്നമില്ല. അല്ലാതെ കൂടി കിടന്നാൽ മണമായിരിക്കും. ഒന്നുമില്ല, നമുക്കിപ്പം 5 വർഷമായി ഈ കമ്പി. ആദ്യം ഒന്ന് ആ പെയിൻ്റ് ഒന്ന് അടിച്ചു കൊടുത്തു, ഇപ്പം പെയിൻ്റൊന്നുമില്ല. ഇപ്പം കുറച്ച് ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ദ്രവിച്ചു തുടങ്ങി. ഈ കെട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ, കണ്ടോ? ഈ കയറിട്ട് ഒരു കെട്ട് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പതിയെ ഊരിയങ്ങ് മാറ്റാം, വളം അതേ കണക്ക് മുക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിറച്ചിട്ടിട്ട് പോയെന്നിരിക്കട്ടെ,
2 ദിവസം കഴിയുമ്പോഴേക്കും ഇത്രയും തന്നിരിക്കും. കുറച്ച് നനച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇത്രയും കുനയൊക്കെ ഞാൻ അവിടെ നിന്ന് കുറച്ച് അധികം വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിരുന്നു. അത് ഇട്ടിട്ട് അത് ഈ പൊക്കത്തിലിരിക്കുകയായിരുന്നു. അപ്പം ഒരാഴ്ച ആയില്ല, ഇത്രയും താന്നു. ഇതെല്ലാം താഴാനുണ്ട്. ഇതെല്ലാം പൊടിഞ്ഞു കഴിഞ്ഞാൽ താന്ന് നോക്കിക്കൊണ്ടിരിക്കും. ഇതിൽ ശരിക്കും നമ്മൾ എല്ലാ ദിവസവും വേസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നാലും ഒരു വർഷമായാലും നിറയത്തില്ല. ഒരു വർഷമായാലും നിറയില്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. പൊടിഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വരും. നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. ആ പൊടിയും അതിനകത്ത് വെള്ളമെല്ലാം ഇത് പോരും. മണ്ണിലെയും കമ്പോസ്റ്റ് ചെയ്യാനുള്ള സാധനം മാത്രമേ അകത്ത് കാണൂ. കൈരളി, ഇത് കൈരളിയാണ്. ഇതൊരു 30 എണ്ണം ഉണ്ട്. കാഷ്ടവളം എടുക്കുന്നുണ്ട്. എനിക്ക് മുട്ടയ്ക്ക് വേണ്ടിയല്ല, മെയിനായിട്ട് ഇതിൻ്റെ കാഷ്ടം എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ വളർത്തുന്നത്. അപ്പോൾ ആ ചീവോടി ഇടും. ഒരു മാസം ആകുമ്പോഴേക്കും അതിങ്ങ് മാറ്റും. അത് ചാണകമായിട്ട് അങ്ങ് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് കമ്പോസ്റ്റ് ആക്കിയിട്ടേ കൊടുക്കും. മേളിൽ ആടുണ്ടായിരുന്നു, 10-15 ആടുണ്ടായിരുന്നു. താഴെ ഇത് കോഴിക്കും, ഇത് താറാവിൻ്റെ കൂടായിരുന്നു. അത് ഇടയ്ക്ക് അങ്ങ് മതിയാക്കിയതാ. അത് എല്ലാ വർഷവും എനിക്കൊരു യാത്രയുണ്ട്. ഒരു 15 ദിവസം ഞാൻ കാണത്തില്ല. ഹിമാലയത്തിൽ ഒരു യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ഈ യാത്ര പോയിട്ട് വരുമ്പോഴേക്കും പ്രശ്നങ്ങളാണ്. വീട്ടുകാർക്ക് നോക്കാൻ വയ്യ. ഒരിക്കൽ ഇതിൻ്റെ മേളിൽ നിന്ന് വീട്ടുകാരെങ്കിൽ താഴെ പോകുന്നു. ഈ ആടിനെ ഞാൻ കിട്ടില്ലായിരുന്നു. ഓപ്പണാക്കി ഇത്ര ഒരു ഏരിയ ആടിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഓപ്പണായിട്ട് ഒന്നും കയറി കിട്ടില്ല. അത് ഇറങ്ങി വന്നപ്പോൾ സൈഡിലേക്ക് മാറിയിട്ട്, അന്ന് ഇതല്ലായിരുന്നു, മറ്റേ റാമ്പായിരുന്നു വെച്ചായിരുന്നു. ഇപ്പോൾ കൈവരിയൊക്കെ ഉണ്ടാക്കി വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് വേസ്റ്റ് ഇടാനുള്ള സ്ഥലമായി, ആട് വേടാൻ വെച്ചു. ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ 2 വർഷമായതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം വിളവ് കിട്ടിയിരുന്നു. അത്യാവശ്യം തിരക്കേടില്ലാത്ത വിളവ് കിട്ടി. ഈ വർഷത്തെ ഈ ചൂടിൻ്റെ കാഠിന്യം കൊണ്ടാണെന്ന് തോന്നുന്നു കായ്ക്ക് വലിപ്പം ഒരല്പം കുറവാണ് ഇപ്പോൾ ആദ്യം വന്നേക്കുന്നതൊക്കെ. ഇനിയിപ്പോൾ മഴ ആയിക്കഴിഞ്ഞാൽ അത് മാറിക്കൊള്ളും, വലിപ്പമായിക്കൊള്ളും. കഴിഞ്ഞ വർഷം ഒരു ആവറേജ് 1/2 കിലോയ്ക്ക് മേളിലുള്ള കായകളായിരുന്നു. 2 എണ്ണം 1 കിലോയ്ക്ക് പുറത്ത്. ഇപ്പം 3 എണ്ണം 1 കിലോ വേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ആവശ്യമെല്ലാം കഴിഞ്ഞ് ഞാൻ അതിൻ്റെ കണക്ക് പ്രകാരം ഒരു 18,000 രൂപയുടെ കായ വിറ്റു. 1 വർഷം ആയതേ ഉള്ളൂ. ഇപ്പം 2ാം വർഷമാണ്, 2ാമത്തെ ഫീൽഡ്. ഞാനിവിടെ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് സാധാരണ താവൂക്ക് മാത്രം വെച്ച് കിട്ടിയേക്കാണ്. പക്ഷെ അത് ഒരു പരീക്ഷണമാണ്. ഈ താവൂക്കാകുമ്പോഴേക്കും ഒരു കല്ലിൻ്റെ പുറത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ മറിയാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ മറിഞ്ഞൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് GI പൈപ്പിട്ട് പൈപ്പിൻ്റെ പുറത്തൊരു കേസിംഗ് പൈപ്പ്, നമ്മുടെ കട്ടി കുറഞ്ഞ കേസിംഗ് പൈപ്പ് കൊടുത്ത് ചെയ്തേക്കുന്നതെല്ലാം. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ കേസിംഗ് പൈപ്പ് ഉപയോഗിച്ചില്ല. ഒരു പൊട്ടിയ പൈപ്പ് വെച്ചിട്ട് സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചേക്കാണ്. GI പൈപ്പാകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ സീസൺ തുടങ്ങുന്നത് ഈ മാസത്തിലാണ്. നമുക്ക് സാധാരണ മെയ് മാസത്തിൽ കായ കിട്ടാൻ തുടങ്ങിയാൽ മാർച്ച് വരെ നമുക്ക് കായ കിട്ടും. 1 വർഷമില്ല, മെയ് തുടങ്ങിയാൽ മാർച്ച് വരെ ഇല്ല, ഡിസംബർ വരെ കിട്ടും. ഡിസംബർ ആകുമ്പോഴേക്കും അബിയു കായാവും. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ത്രൂ ഔട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കും. ഡ്രാഗൺ ഫ്രൂട്ട് ലാഭമാണ്, പക്ഷേ എനിക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ സ്ഥലമില്ല. അബിയുവിൻ്റെ ഈ വർഷത്തെ വിളവെടുപ്പ് കഴിഞ്ഞു, അത് തീർന്നു. ലാസ്റ്റ് കായപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും പറിച്ചതേ ഉള്ളൂ. ഇത് അബിയു ചെടിയാണ്. ഇപ്പോൾ 2 വർഷമായി. കഴിഞ്ഞ വർഷം നമുക്ക് ഈൽഡുണ്ടായിരുന്നു, കുറേ കായകൾ കിട്ടിയിരുന്നു. ഇത് റംബുട്ടാൻ്റെ N18 വെറൈറ്റിയാണിത്. ഇനി 1 മാസം കൂടെ എടുക്കും ഇത് കായ റെഡിയാകാനായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം വളരെ മോശമായിരുന്നു, കാരണം ഇതിൻ്റെ കായ ഒരുപാട് കുഴിഞ്ഞു. അത് എൻ്റെ കൃഷിയിൽ വളം ചെയ്തതിനേക്കുന്നതിൽ വന്ന പാളിച്ചയാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷം ഇതിന് 18,000 രൂപയുടെ അങ്ങോട്ടേ കിട്ടിയുള്ളൂ. അതിന് മുന്നിലത്തെ വർഷം അതിൽ കൂടുതലുണ്ടായിരുന്നു. 25,000 രൂപയുടെ കായ കിട്ടിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ പിന്നെ ഇതിനകത്ത് നെറ്റ് ഇട്ടതുമില്ല. കായ പൊഴിഞ്ഞ് ഞാൻ കോഴിവളം ഇട്ടു. കോഴിവളം അസിഡിക്കാണ്. ഈ അസിഡിക്ക് മണ്ണിൽ ഇവൻ പൊഴിച്ചിൽ വളരെ കൂടുതലായിരിക്കും. എനിക്കറിയില്ലായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇത്രയും പൊഴിയാനുള്ള കാരണം തിരക്കിയപ്പോഴാണ് നമ്മൾ കോഴിവളം ഇട്ടുന്നതിന് മുമ്പേ കുമ്മായം നന്നായിട്ട് ഇടണമായിരുന്നു. ഡോളമേറ്റോ കുമ്മായം ഇട്ട് അതിൻ്റെ അസിഡിറ്റി pH കുറഞ്ഞു നിന്നിരുന്നെങ്കിൽ ഇത്രയും പൊഴിയില്ലായിരുന്നു. സാധാരണ കുറേ പൊഴിയും. ഇത്തവണ അതുകൊണ്ട് കോഴിവളം തൊട്ടിട്ടില്ല, ചാണകം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കോഴിവളം ഇടുന്നെങ്കിൽ നന്നായിട്ട് കുമ്മായം കൊടുക്കണം. ഇത് ശരിക്കും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് തയ്യാണ്. അല്ലാതെ ഉയർന്നു പോകുന്നതെന്ന് പറയുന്നത് വിത്തിട്ട് മുളപ്പിച്ചായിരിക്കും. അത് നമുക്ക് വരിക്കാൻ കിട്ടണമെന്നില്ല. ഇത് പ്യുവർ വരിക്കയാണ്. മലയിടാൻ നമ്മളിത് പ്രൂൺ ചെയ്ത് നിർത്തണം. ഇത് കായ്ഫലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഒരു ഹാർഡ് പ്രൂണല്ല, എല്ലാം നമുക്കൊരു 1 അടി താഴ്ത്തി വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഷേപ്പാക്കി നിർത്തുക. ഇതിനിപ്പം വലയിടണമെങ്കിൽ കമ്പുകൾ ഒന്നുകൂടെ ചേർത്ത് കെട്ടണം. കുറച്ച് പണിയുണ്ട് വലയിടുന്നതിന്. ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതെല്ലാം കുറച്ചുകൂടെ അടുപ്പിച്ചതിന് ശേഷം വലയിട്ട് അടിക്ക് കെട്ടണം.
പക്ഷികൾ മാത്രമല്ല, അണ്ണാൻ എലി ഇത് രണ്ടും കയറും. എലിയുടെ അത്ര ശരിയില്ല, അണ്ണാനാണ് മെയിനായിട്ട് ഇവിടെ വരുന്നത്. അണ്ണാൻ ആവശ്യം പോലെ ഉണ്ട് ഇപ്പോഴും. അത് വലയിട്ടിട്ട് വല തടിയിൽ ചേർത്ത് വെച്ച് കെട്ടി വയ്ക്കണം. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ വലയിടാതെ കുറവായതുകൊണ്ട് കവറിടുക ചെയ്തത്. ഇപ്പോൾ ഒരു കൊല എടുത്തുവിട്ടപ്പോൾ ഒരു 5 കിലോയുടെ പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ, അതിൽ തുളയും ഇതിൽ കെട്ടിയും വയ്ക്കും. അതിൽ നന്നായിട്ട് പഴുക്കുന്നതിനെ പറിച്ചെടുക്കും, തിരിച്ച് വീണ്ടും ആ കവറും കെട്ടി വയ്ക്കും. അത് പക്ഷേ നമുക്ക് ലേബർ കൂടുതലാണ്. ഓരോ പ്രാവശ്യവും കവറിടണം, അഴിക്കണം. ഇപ്പോൾ കായ കുറവാണെങ്കിൽ അത് മതി. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇത് വലയിട്ടേ പറ്റൂ. വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞ ഇനം പ്ലാവാണ്, വിയറ്റ്നാം പ്ലാവാണ്. അപ്പോൾ ഇതിൻ്റെ ചക്ക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ വലിപ്പേ വരുള്ളൂ മാക്സിമം. ഈ താഴെ തന്നെ കായ ഉണ്ടാവും. ഇത്രയും കായ നിർത്താൻ പാടില്ല, കുറച്ച് കളയേണ്ടതാണ്. പക്ഷേ കളയാൻ മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ, കാരണം നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ വലുത് മാത്രം നമ്മൾ കൊടുക്കും, ചെറുതെല്ലാം ഞങ്ങൾക്കുള്ളതാണ്. ചെറുതാണെങ്കിൽ നല്ല മധുരമുള്ള ചുളമാണ്, മടുക്കില്ല. മധുരം ഓവറല്ല, അതുപോലെ മടലിന് കട്ടി കുറവാണ്, അരക്കും കുറവാണ്, നമുക്ക് കഴിക്കാൻ നല്ല സുഖമാണ്. സാധാ നമ്മുടെ ഇവിടുത്തെ വരിക്ക കുറച്ച് കഴിക്കാൻ മടുക്കും. ഇതിപ്പോൾ ഒരു ചക്ക എടുത്ത് വെച്ചിട്ട് നമ്മൾ പതിയെ ഇരുന്ന് കഴിഞ്ഞാൽ തീർക്കും. പിന്നെ ലൈഫ് കുറവാണ് ഇതിന്. ഇതിനൊരു മാക്സിമം 15 വർഷം അതാകുമ്പോഴേക്കും ഇതിൻ്റെ കഴിയും. പൊക്കം വയ്ക്കും, നമ്മൾ കട്ട് ചെയ്യണം, പ്രൂൺ ചെയ്യണം, അതിലേക്ക് കൂടിയും. കാരണം നമ്മുടെ പ്ലാവ് കണക്കുള്ള ബലമില്ല, ലൈഫ് വളരെ കുറവാണ് ഇതിന്. ചക്ക തലപ്പിൽ വീഴുന്നതൊക്കെ തട്ടിക്കളഞ്ഞില്ലെങ്കിൽ, ഇപ്പം കഴിഞ്ഞ വർഷം ചക്ക അതിൽ കുറച്ചുണ്ടായിരുന്നു, ഞാൻ അതിനാണ് ഈ ഊന്ന് കൊടുത്തേക്കുന്നത്. ഈ വിളഞ്ഞ് പാകമാകുമ്പോഴേക്കും നല്ല മണമാണ്. അതുകൊണ്ട് നമ്മളെക്കാളും മുമ്പേ അണ്ണാൻ കൊണ്ടുപോകും, നോക്കിയതില്ലെങ്കിൽ. അപ്പോൾ എല്ലാ ദിവസവും വന്നൊന്ന് നോക്കണം വരുവായോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ ചക്ക കണക്ക് പെട്ടെന്ന് ഇതിനെ തിരിച്ചറിയാൻ പറ്റില്ല വിളഞ്ഞാന്നുള്ളത്. ചാക്കിട്ടേക്കുന്നത് അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരും. ഇപ്പം ചാക്കിനടിക്കാൻ പലകയൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ വർഷം ടയറിട്ട് വെച്ചേക്കായിരുന്നു. ഇതിനടിക്ക് മണ്ണിൽ നേരിട്ട് വെട്ടിയാൽ അവിടെ കൊണ്ട് നീറും. ഇപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞു, വീണ്ടും കായ വരുന്നുണ്ട്. ഇതെല്ലാം കവറിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഇത് കവറിട്ടില്ലെങ്കിൽ മറ്റേ ഈച്ച വന്ന് കൊത്തിക്കഴിഞ്ഞാൽ പുഴുവാകും. ഇനം പേരാണ് ഇത്. തായ്ലൻഡ് പിങ്ക.